ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രേസി ഗെയിമർ 410. അപ്പോൾ നമ്മളിന്ന് യൂറോയുടെ ബാക്കിയാണ് ഗായ്സ് കളിക്കാൻ പോകുന്നത്. മറ്റേ ഹൗ വി ക്യാൻ അങ്ങനല്ല ക്യാൻ വി റിമൂവ് ഹാരിക്കെയിൻ സ്കേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസിൻ്റെ പാർട്ട് 2. ഓക്കെ, നമുക്കിപ്പോഴും ഒരു മാച്ച് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ. നമുക്കെന്തായാലും കളിക്കാം. ഓക്കെ, നമ്മളിപ്പം സ്ലോവേനിയ ആയിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ പഴയ ഫോർമേഷനൊക്കെ തന്നെയാണ്. ഇച്ചിരി വോളിയം കൂട്ടിയിടാം. അവരുടെ ഏത് ഫോർമേഷനാണെന്ന് ഞാൻ കൃത്യമായിട്ട് കണ്ടില്ല. ഓക്കെ, നമുക്ക് ബെല്ലിംഗാമിന് പാസ് കൊടുക്കാം. കളി എന്തെങ്കിലും തൽക്കാലം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഗോൾ അടിച്ച് നോക്കാം. ഓക്കെ, പക്ഷേ ഗൈസ് അത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നമുക്കത് തിരിച്ചെടുക്കണം. ഓക്കെ, പാസ് ചെയ്യാം. ഓക്കെ, കെയിൻ. ഓക്കെ, യെസ് ഗൈസ് അടിക്കും. യെസ് ഗൈസ്, നമ്മളെ കെയിനിനെ കൊണ്ട് 7ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചിരിക്കുന്നു. ഓക്കെ, ഇതെന്ത് ഗൈസ്, ഈ കെയിൻ ആണെങ്കിൽ ഒരുമാതിരി ബെല്ലിംഗാമിൻ്റെ സെലിബ്രേഷനാണ് ഇരുന്നത്. എന്തെങ്കിലും ആവട്ടെ, EA സ്പോർട്സ് ലോജിക്കല്ലേ, അതെന്തെങ്കിലും ആവും. ഗൈസ്, നമുക്ക് ഇന്ന് കുറച്ച് പേരെ കൊണ്ടൊക്കെ അടുപ്പിക്കാനുണ്ട്. കെയിനെ കൊണ്ട് മാത്രമായിട്ട് ഞാൻ ഇന്ന് അടുപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, കെയിൻ 2ാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു. കെയിനെ കൊണ്ട് മാത്രമായിട്ട് ഞാൻ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനാണെങ്കിൽ വേറെ പ്ലെയേഴ്സിനെ കൊണ്ട് അടുപ്പിക്കാനുള്ള ഇതിലാണ്. നമുക്ക് 1-2 ഗോള് ബാക്കി പ്ലെയേഴ്സിനെ കൊണ്ട് അടുപ്പിക്കാം. അതിന് ശേഷം നമുക്ക് 1-2 ഇതൊക്കെ നമുക്ക് കെയിനെ കൊണ്ട് അടുപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി പ്ലെയേഴ്സിനെ കൊണ്ട് അടുപ്പിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു ഹാട്രിക്ക് എടുത്തിരിക്കുന്നു കെയിനെ വെച്ച്. ഓക്കെ, ആ റീപ്ലേ ഒന്നും ഇപ്പം നമുക്ക് വേണ്ട. ഓക്കെ, 6 റയിലാണ് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ അവർ പാസ് ചെയ്ത് കളിക്കുകയാണ്. നമ്മൾ ടാക്കിൾ ചെയ്യാൻ നോക്കി, പറ്റിയില്ല. ബെല്ലിംഗാം സാക്ക അവരുടെ കയ്യിലും കിട്ടുമോ? സാക്കയുടെ കൈ കിട്ടി. അവിടെ നിന്ന് കെയിനിന് കൊടുക്കാം. കെയിനിൽ നിന്ന് ബെല്ലിംഗാമിന് കൊടുക്കാം. അവിടുന്ന് കെയിൻ കൊടുത്തിട്ട് സ്കില്ലിട്ടു. അതിന് ശേഷം പിന്നെയും ബെല്ലിംഗാമിന് കൊടുത്തു. എന്തോ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് ഗൈസ്, അതാണ് ഇച്ചിരി ലാഗ് വരുന്നത്. ഓക്കെ, ബെല്ലിംഗാമിനെ കൊണ്ട് അടുപ്പിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ബെല്ലിംഗാം, യെസ് ഗൈസ്, നമ്മളങ്ങനെ ഈ കളിയിൽ ആദ്യമായി ബെല്ലിംഗാമിനെ കൊണ്ട് അടുപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഉണ്ട്, അത് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. എല്ലാവരും നമുക്ക് ബെല്ലിംഗാമിൻ്റെ സെലിബ്രേഷനും കൂടെ കാണാമായിരുന്നു. ഓക്കെ, അവരുടെ അത്യാവശ്യം നല്ല ഡിഫെൻഡിങ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ബിഗിനറിട്ട് കളിക്കുന്നതുകൊണ്ടാണ്. അത് യഥാർത്ഥ ലോകത്ത് നല്ല ഒരു ഡിഫൻഡേഴ്സ് ഉള്ള ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. അത് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, കെയിനെ കൊണ്ട് നമുക്ക് ഒന്നും കൂടെ അടുപ്പിച്ച് നോക്കാം. യെസ്, പറ്റിയില്ല. റൈസിൽ നിന്ന് സാക്കി കൊടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്. നമുക്ക് ടാക്കിൾ ചെയ്യുന്നതിന് ബെല്ലിംഗ്ഹാമാണ് ടാക്കിൾ ചെയ്ത്. ഹാരി മെഗ്യോർ ഈ ടീമിലുണ്ടല്ലേ. നമുക്ക് മെഗ്യോറിനെ കൊണ്ട് ഒന്ന് അടിപ്പിക്കണം കേട്ടോ. സ്റ്റോൺസ് മെഗ്യോറിന് കൊടുക്കാം. ഓക്കെ, ഹാരി മെഗ്യോറിനെ കൊണ്ട് ഇന്ന് അടുപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം. അതിപ്പോൾ ഗായ്സ്, ഹാഫ് ടൈം ആയി. അടുത്ത സെക്കൻഡ് ഹാഫിൽ നോക്കാം നമുക്ക്. എന്തായാലും ഇന്ന് മെഗ്യോറിനെ കൊണ്ട് അടുപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. യെസ് ഗൈസ്, അമ്മമാർക്ക് കിക്ക് ഓഫ് ആണ്. ഓക്കെ, നമ്മുടെ ഈ ബോൾ വന്നു. പിന്നെയും പോയി ഗൈസ്, ഓടിപ്പോയി എടുക്കുകയും. ഓക്കെ, നമ്മൾ റൈസിന് കൊടുത്തു. സ്റ്റോൺസിന് കൊടുത്തു. എവിടെ മെഗ്യോർ? ഇവിടെ ഇത് ഗുല്ലാഗറ. മെഗ്യോർ CB ആണോ? യെസ് ഗൈസ്, CB ആണ് മെഗ്യോർ. നമുക്ക് ഒരു ഫാസ്റ്റ് റൺ ചെയ്യാം. ഓക്കെ ഗൈസ്, മെഗ്യോർ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വിചാരിക്കുന്ന കൂട്ടല്ല. യെസ് ഗൈസ്, നമ്മളങ്ങനെ മെഗ്യോറിനെ കൊണ്ട് ഗോൾ അടുപ്പിച്ചിരിക്കുന്നു. ഓക്കെ, മതിയടാ. ഇനിയോ അയ്യോ, ഹരിക്കൻ മാറി മറ്റേ വാട്കിൻസ് വന്നു. ഹരിക്കൻ ഇത്രയും പെട്ടെന്ന് തളർന്നോ? സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ ഗായ്സ്, അവർക്ക് ഫ്രീ കിക്ക് കിട്ടിയത് ആവശ്യമില്ലാത്ത ഫ്രീ കിക്ക് വന്ന്. അത്രയ്ക്ക് വലിയ തെള്ളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ക്ലിയർ ചെയ്ത് കൊടുക്കാം. ബെല്ലിംഗാമിൽ നിന്ന് പാസ് വേണമായിരുന്നു, വേണ്ട. വാട്കിൻസ്, അവിടെ നിന്ന് നമുക്ക് ഗായ്സ് ബോൾ പോയി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് വാട്കിൻസിന് കൊടുക്കാം. അവിടുന്ന്
ഓഫ് സൈഡ് ഗായ്സ്, ചുമ്മാ അങ്ങ് ഓഫ് സൈഡ് വിളിക്കുക. ഇതെപ്പോഴും വരുന്ന പ്രശ്നമാണ് ഓഫ് സൈഡ്. എനിക്ക് ഇതിൻ്റെ അത് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനം ഓഫ് സൈഡാണ്. നമ്മുടെ ഗോളിയുടെ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാസ് കൊടുക്കാം. അവിടുന്ന് മെഗ്ഗറിന് കൊടുക്കാം. മെഗ്ഗറിൽ നിന്ന് ഗോളി കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ നോക്കിയത് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പിക്ഫോർഡിനെ ഇറക്കി കളിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് ഇവനെ കൊണ്ട് അടുപ്പിക്കുക. ഇതിപ്പോൾ പറ്റുമോയെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അവൻ പിടിക്കുമായിരിക്കുമോ? അല്ല ഗായ്സ്, അടിച്ച് താണ്ട് 91 GK പിക്ഫോർഡ്. അത് കൊള്ളാം. പക്ഷേ അധികമൊന്നും ഇങ്ങനെ ചെയ്യുന്ന നല്ലതല്ല. കാരണം അറിയാൻ ആ സമയത്ത് അവന്മാരുടെ കൈ എങ്ങാണോ ബോൾ കിട്ടിയാൽ അത് ഗോളാവും. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗൈസ്. അപ്പം വാറ്റ്കിൻസിന് നമുക്ക് ബെല്ലിംഗാമിന് കൊടുക്കാം. അടിക്കാൻ പറ്റുമോ അറിയത്തില്ല ഗൈസ്. നമുക്ക് അടിച്ചു നോക്കാം. നടന്നു പോവാം. യെസ് ഗൈസ്, നിങ്ങൾ ആ ഗോളിൻ്റെ റീപ്ലേ എന്തായാലും കാണണം. സ്കിപ്പ് അടിക്കരുത്. നോക്ക്, നൈസിന് നടന്നു പോയി, അടിച്ച്. അത് ഭയങ്കര ഗോളായിരുന്നു ഗൈസ്. ഞാൻ കാര്യമായിട്ട് പറയുക, ബെല്ലിംഗാമിൻ്റെ ആ ഒരു ഗോൾ സെറ്റായിരുന്നു. നടന്നു പോയി വന്ന് അടിച്ച ഗെയിം. അത് കൊള്ളാം. ഓക്കെ, ഗുല്ലാഗർ നമുക്ക് വാറ്റ്കിൻസിന് കൊടുക്കാം. അവിടെ നിന്ന് സാക്കയിൽ നിന്ന് ബെല്ലിംഗാമിനെ നമുക്ക് ഒന്നുകൂടെ ആ നടത്തലാണ് ട്രൈ ചെയ്യാൻ നോക്കാം. പതിയെ നടന്നു, അടിച്ചു. പക്ഷെ ആ നടത്തം അത്രയ്ക്ക് പോരായിരുന്നു. പുറകെ സെൻറ്റർ ബാക്ക് എങ്ങാണ്ടാണ്. അതാണ്ട് ഈ സെലിബ്രേഷന് എന്താ ഹാരിക്കൻ ഇടുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ റീപ്ലേ എൻ്റെ കൈ തട്ടി അങ്ങ് പോയി. എന്തായാലും കളിയുടെ അവസാനം അത് നോക്കാം ഗസ്. കളി കഴിഞ്ഞു കേട്ടോ. നമുക്ക് അതിൻ്റെ റീപ്ലേ ഒന്നുകൂടെ കാണാം. 1 മിനിറ്റ്. ഇത് പുറകെ എന്തിൻ്റെയൊക്കെ ഫ്ലാഗ് ഉണ്ട്, പക്ഷെ എന്തിൻ്റെ മനസ്സിലാവുന്നില്ല. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോകാം. താഴോട്ട് പോയി നോക്കുമ്പോൾ പിക്ഫോർഡിനൊക്കെ ശേഷം അടിച്ച് ലാസ്റ്റ് ഗോളാണ്. ഇത് ഇച്ചിരി ഹാങ് ആണ്. കാരണം ഹാങ്ങെന്നല്ല, സോറി, അത് നെറ്റിൻ്റെ എന്തോ പ്രോബ്ലമാണ്. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണണമെങ്കിൽ റീപ്ലേ അടിച്ച് നോക്കാം. അതിങ്ങനെ നടന്നു വന്നിട്ടാണ് അവനടിച്ചത്. ഓക്കെ, പക്ഷേ സെറ്റായിരുന്നു ആ ഗോൾ. ഓക്കെ, ഇനി നമുക്ക് തൽക്കാലം അത് മാറ്റി നമുക്ക് പോവാം. ഓക്കെ, ഇപ്പം വാച്ചകയിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ വേണ്ടാന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. കണ്ണിന് അടിച്ച് തന്നപ്പോൾ എന്നിട്ട് നമുക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് ഗൈസ്. എന്തായാലും ഞാൻ ഇത് ഇപ്പം മാറുക. അത് കാരണം ഒരു നെറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്, അല്ല ഒന്നുമല്ല. അത് ഇപ്പം നെറ്റ് കറക്റ്റായിട്ടല്ല. അതിപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് അങ്ങനെ നെറ്റിൻ്റെയൊക്കെ ഇച്ചിരി പ്രോബ്ലം. ഓക്കെ ഗൈസ്, അത് തിരിച്ചു വന്നു. റൗണ്ട് ഓഫ് 16 ആയിരിക്കുന്നു ഗൈസ്. നമ്മൾ ഈ ഒരു കളിയോടെ തന്നെ ഈ പാർട്ട് നിർത്തുന്നതാണ്. ആദ്യം നമുക്ക് ഈ കളി കളിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, റൗണ്ട് ഓഫ് 16. പക്ഷേ ഇതിൻ്റെ മറ്റേ ട്രെയിലർ കൊടുത്ത സാധനമൊക്കെ കൊള്ളാം കേട്ടോ. ഓക്കെ, കളി നമ്മൾ യുക്രൈനായിട്ടാണ് കേട്ടോ കളിക്കുന്നത്. ഓക്കെ, യുക്രൈനിലെ ഏതെങ്കിലും താരങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. യുക്രൈനിലൊന്നും ഞാൻ അധികം നോക്കിയിട്ടില്ല ഈ പ്ലെയേഴ്സിനൊന്നും. നമുക്ക് കെയിനെ കൊണ്ട് അടുപ്പിക്കാൻ നോക്കാം. ഓക്കെ, പറ്റിയില്ല ഗായ്സ്. അത് കോർണർ കിക്ക് പോയി. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് പാസ് കൊടുത്ത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. അടി പറ്റിയില്ല. ഗുല്ലാഗറിൻ്റെ കൊടുത്ത് അവിടെ നിന്ന് മെഗ്ഗറിന് കൊടുക്കാം. അവിടെ നിന്ന് കെയിന് കൊടുക്കാം. സാക്കായ്ക്ക് കൊടുക്കാം. അതും പറ്റിയില്ല ഗായ്സ്. പിന്നെയും കോർണർ കിക്ക് പോയി. ഓക്കെ, അവിടുന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഷൂട്ട്. പറ്റിയില്ല ഗായ്സ്. ഗുല്ലാഗറിന് കൊടുക്കാം. സ്റ്റോൺസ്. ബെല്ലിംഗാമിനെ കൊണ്ട് അടുപ്പിക്കാം നമുക്ക്. യെസ് ഗായ്സ്, നമ്മൾ ബെല്ലിംഗാമിനെ കൊണ്ട് അടുപ്പിച്ചു. അതെങ്ങനെ ഉണ്ടായിരുന്നു ഗോൾ? പക്ഷേ ഞാൻ വിചാരിച്ച്
കെയിൻ അടിക്കുമായിരിക്കുമെന്ന് സാക്ക അടിക്കുമായിരുന്നെന്ന്. ഓക്കെ, അത് കിട്ടിയില്ല ഗൈസ്. എന്തു പറ്റി? അവർക്ക് ഫൗള് കിട്ടി ഗൈസ്. ക്ലിയർ ചെയ്യാം. മെഗ്യൂർ ടാക്കിൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല ഗൈസ്. ഫോർഡൻ ടാക്കിൾ ചെയ്തു. മെഗ്യൂറിൽ നിന്ന് കെയിനിന് കൊടുക്കുക. ഓക്കെ ഗൈസ്, നല്ലൊരു ഓപ്പണിങ് ടൈമാണ്. നമുക്ക് ഇവിടുന്ന് നേരെ ഓടിപ്പോൾ അടിക്കാവുന്ന സിമ്പിളാണ്. ഇത് അടിച്ചില്ലേ പിന്നെ എന്തോ പറയാനാ. അങ്ങനെയാണ് അൺലക്കി ആയി. യെസ് ഗൈസ്, ഞാൻ ലക്കി തന്നെ, ഞാൻ അൺലക്കി അല്ല. പക്ഷെ അത് കൊള്ളായിരുന്നു. ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുമായിരുന്നു. ഇത്തരം ഫ്രീ കിക്ക് വന്നാൽ കൊള്ളാം. ഓപ്പൺ ആയിട്ട് കിടക്കുമായിരിക്കും. നമുക്ക് ഓപ്പണിങ് ക്ലോസ് തന്നെ ഓടിപ്പോവുക. യെസ്, അവരുടെ കയ്യിലാണ് ഇപ്പോൾ ബോൾ. ബെല്ലിംഗാമിന് കിട്ടി. നമുക്ക് അവിടെ നിന്ന് കെയിനിന് കൊടുക്കാം. ഓക്കെ അടിക്കുമോ? യെസ് ഗായ്സ്, കെയിൻ അടുത്ത ഗോളും അടിച്ചു. 29 മിനിറ്റ് ആയതേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു കുറേ നേരമായി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. ഓക്കെ ഗൈസ്, കെയിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫോർഡന് കൊടുത്തു. അവിടെ നമ്മൾ ബെല്ലിംഗാമിന് കൊടുത്തു. ബെല്ലിംഗാം പാസ്. പക്ഷേ ഓഫ് സൈഡ് ഗായ്സ്. ഇതെനിക്ക് ഇഷ്ടമല്ല ഈ ഓഫ് സൈഡ്. ഞാൻ ഒന്നാമത് പറഞ്ഞതാ നിങ്ങളോട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ഓഫ് സൈഡ് ഇഷ്ടമല്ല എന്ന്. മനുഷ്യൻ നല്ല രീതിക്കൊന്ന് അടിക്കാൻ വരുമ്പോഴായിരിക്കും ഓഫ് സൈഡ് വന്നു. പക്ഷേ ഗൈസ്, ത്രോ പോയി. അത്രയും ക്ലിയർ ചെയ്യണ്ടായിരുന്നു. അതിൻ്റെ ഒരു സംഭവം. അടുത്തോട്ട് ബോൾ വന്നാൽ അപ്പം ഞാൻ ക്ലിയർ ചെയ്ത് കളയും. അയ്യോ, പിന്നെയും ക്ലിയർ അടിച്ചു ഗായ്സ്. ഞാനാണ് ചുമ്മാ കയറി അടിക്കുക. അവന്മാർക്ക് പിന്നെയും ത്രോയും കിട്ടും, സമയം പോവും. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കളി തീരുമെന്ന് തോന്നുന്നത്. അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പിന്നെ ഓഫ് സൈഡ് ഗായ്സ്. എന്താ ഇങ്ങനെ ഓഫ് സൈഡ്? ഒരു ലിമിറ്റൊക്കെ വേണ്ടേ ഓഫ് സൈഡിന്? ഈ അടിയോടെ മിക്കവാറും കളി തീരും. യെസ് ഗൈസ്, കളി തീർന്ന അടിയോടെ. ഹാഫ് ടൈമിൽ 3 ഗോളെ നമുക്ക് അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് ഹാഫിൽ. നമുക്കിനിയും അടിക്കാൻ നോക്കാം. ഓക്കെ മുമ്പിക്കേ മാത്രമേ ഉള്ളൂ. പുറകിലോട്ട് പാസ് കൊടുത്താൽ ചിലപ്പോൾ പണി കിട്ടും, അറിയത്തില്ല. പാസ് വേണ്ട, തൽക്കാലം അടിക്കാം. യെസ് ഗൈസ്, നമ്മൾ എന്നെ കൊണ്ട് അടുത്ത ഗോളും അടുപ്പിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ MOTM ഒക്കെ യഥാർത്ഥ ലൈഫ് MOTM ഒക്കെ കിട്ടണ്ടേ ഇത്തരം നല്ല പെർഫോമൻസ് ആണെങ്കിൽ. ഈ കെയിനൊക്കെ ഞാൻ നേരെ പുറകിലോട്ട് ഓടുക കെയിനെ കൊണ്ട്. രണ്ട് ഗോളിക്ക് പാസ് കൊടുത്ത് അവിടുന്ന് നമുക്ക് പാസ് കിട്ടി. നമുക്ക് പാസ് കിട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങ് ഓടിത്തുടങ്ങാം. അവരുടെ അറ്റാക്കേഴ്സിനെയും കടന്ന്, മിഡ്ഫീൽഡും കടന്ന്, ഡിഫെൻഡിങ്ങും കടന്ന്, GKയും കടന്ന് വേണം നമ്മളിനി ഗോൾ അടിക്കാൻ. ഇതൊക്കെ സിമ്പിൾ. ഓക്കെ നമുക്കടിക്കാം. യെസ് ഗൈസ്, അത് നമ്മൾ അങ്ങറ്റത്തുനിന്ന് ഇവിടെ വരെ വന്നാണ് ഗോൾ അടിച്ചത്. അത് അവരുടെ മിഡ്ഫീൽഡും അറ്റാക്കിങ്ങും എല്ലാം എല്ലാവരെയും നിഷ്പ്രയാസം നമ്മൾ മാറ്റിക്കൊണ്ടാണ് നമ്മളിവിടെ വന്ന് ഗോൾ അടിച്ചത്. അതിങ്ങനെ വേണമെന്ന് ഞാൻ നേരത്തെ ആലോചിച്ച് വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അത് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അങ്ങനെ ചെയ്താൽ എന്താണെന്ന്. ഓക്കെ, അതൊക്കെ ഫൗളാണ് ഗൈസ്. ബെല്ലിംഗാം അവിടെ കിടന്ന് ഉരുളുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇത് മറ്റേ ടീമിന് മാത്രമേ ഒരു ഫൗളൊക്കെ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി സാക്കയ്ക്ക് കൊടുക്കാം. ബെല്ലിംഗാം സാക്കയെ കൊണ്ട് നമ്മൾ അടിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ബെല്ലിംഗാമിന് കൊടുക്കാമെന്ന്. പക്ഷെ പിന്നെ അടുത്തെത്തിയോണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ്റെ ഡാൻസ് കണ്ടാ? സാക്ക അല്ലെങ്കിലും പാട്ടിട്ട് ഡാൻസ് കളിക്കും. ഓക്കെ, കെയിൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് തൽക്കാലം ബോൾ. നമുക്ക് ഒരു റൺ നടത്തി അടിക്കാൻ നോക്കാം. ഷൂട്ട് പറ്റിയില്ല ഗൈസ്. യെസ് ഗൈസ്, ഗുല്ലാഗർ അടിച്ചു. ഞാൻ അവിടെ വലിയ കാര്യത്തിൽ ഹാരിക്കനെ കൊണ്ട് അടുപ്പിക്കാൻ പോയാണ്. അപ്പം അടിച്ചപ്പോഴത്തേക്കും ഗോളി കയറി തടഞ്ഞ്. അപ്പോൾ ഗുല്ലാഗറിൻ്റെ കിട്ടി. അവൻ കയറി ഒറ്റൊരടി.
ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി അങ്ങ് ഷൂട്ട് അടിച്ചു. ഇനിയൊരു ഒരു 9 മിനിറ്റും കൂടെ ഉള്ളു. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബെല്ലിംഗ്ഹാമിനെ കൊണ്ട് അടുപ്പിക്കാം. ഓക്കെ ഗൈസ്. ഗൈസ് അത് പറ്റിയില്ല. ഞാൻ മണ്ടക്കോട്ട് സ്വൈപ്പ് ചെയ്ത് കളഞ്ഞു. അത് എനിക്ക് അത്തരം ഒരു ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അത് നല്ല രസമാണ് ചെയ്യാൻ. ഇങ്ങനെ മണ്ടക്കോട്ടാകുമ്പോൾ ഗോളിയുടെ മണ്ടക്കൂടെ ബോൾ പോകും. അത് നല്ല രസമാണ്. നമുക്ക് പറ്റുമോ അറിയത്തില്ല. ഈ കളി മിക്കവാറും ഇപ്പം തീരും. ഗായ്സ് നമ്മളത് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ അത് തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം 7-0 നമ്മുടെ കളി തീർന്നിരിക്കുന്നത്. നമ്മൾ ഈ മാച്ചോടെ ഇന്ന് ഈ പാർട്ട് അവസാനിപ്പിക്കുന്നതാണ് ഗായ്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, അതിലൂടെ നമ്മൾ ലെവലപ്പും കൂടെ ആയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ കയറിയിരിക്കുന്നു ഗായ്സ്. ഇനി നമുക്ക് സെമി ഫൈനലും ഫൈനലും പിന്നെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ വേണ്ടി ഗൈസ്. സോറി. അപ്പോൾ ശരി എന്നാൽ ബൈ ഗൈസ്.